സ്മാർട്ട് അപ്ഡേറ്റ്സ്. പ്രാതൽ ലണ്ടനിൽ, ഉച്ചയൂണ് ജർമ്മനിയിൽ, അത്താഴം സിംഗപ്പൂരിൽ. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശേഷണമിണങ്ങുന്ന ഒരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാജൻ പിള്ള. ബിസ്ക്കറ്റ് എന്നാൽ ബ്രിട്ടാനിയ എന്ന് ലോകത്തെ ചിന്തിപ്പിച്ച സാമർഥ്യം. കൊല്ലത്തെ പ്രമുഖ കശുവണ്ടി വ്യവസായിയും ഇന്ത്യൻ കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റുമായിരുന്ന ജനാർദ്ദനൻ പിള്ളയുടെ മൂത്ത മകനായിരുന്നു രാജൻ പിള്ള. കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ രാജൻ പിള്ള ഗോവയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പങ്കാളിയായി ആയിരുന്നു ബിസിനസ് തുടങ്ങിയത്. പിന്നീട് സിംഗപ്പൂരിലേക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിച്ചു. പ്രധാനമന്ത്രിമാരായിരുന്ന രാജീവ് ഗാന്ധി, PV നരസിംഹറാവു, വിവാദ താന്ത്രികൻ ചന്ദ്രസ്വാമി, ശരത് പവാർ, K കരുണാകരൻ, AK ആന്റണി, S കൃഷ്ണകുമാർ തുടങ്ങി വൻപന്മാരുടെ നീണ്ട നിരയിൽ പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് വരെയുണ്ടായിരുന്നു. പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യങ്ങളുടെ പതനം. തന്റെ സൗഹൃദങ്ങളെ ഏറെ പ്രതീക്ഷയോടെ സമീപിച്ച രാജന് പക്ഷെ തെറ്റി. ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കൂടെ നിന്നവർ രാജൻ പിള്ളയെ കൈയൊഴിഞ്ഞു. ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് അറസ്റ്റിലായ അദ്ദേഹം തിഹാർ ജയിലിൽ ചോര ഛർദ്ദിച്ചാണ് മരണമടഞ്ഞത്. ലോകരാജ്യങ്ങളിൽ പറന്നു നടന്ന് ബിസിനസ് ശൃംഖലകൾ വർദ്ധിപ്പിച്ച കച്ചവട സാമ്രാട്ടിന്റെ തിഹാർ ജയിലിൽ വെച്ചുള്ള അന്ത്യം ദാരുണമായിരുന്നു. വേണ്ടത്ര മരുന്നുകൾ പോലും ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. സഹോദരൻ രാജ്മോഹൻ പിള്ള K ഗോവിന്ദൻകുട്ടിയുമായി ചേർന്ന് വേസ് ഡെത്ത്, ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് രാജൻ പിള്ള എന്ന പുസ്തകം എഴുതി. രാജൻ പിള്ളയുടെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന AK ആന്റണിയാണ് ഈ പുസ്തകം പ്രകാശനം നിർവഹിച്ചത്. 1989-ൽ $40 കോടി വരുന്ന സാമ്രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1993-ൽ കടം കയറി തുടങ്ങിയതോടെ അദ്ദേഹം പല കമ്പനികളും വിറ്റു. ബ്രിട്ടാനിയയുടെ അസോസിയേറ്റ് ബിസ്ക്കറ്റ് ഇന്റർനാഷണലിലെ കുറച്ച് ഓഹരികൾ മുഹമ്മദ് അലി ജിന്നയുടെ കൊച്ചുമകൻ കൂടിയായ യുവ വ്യവസായി നുസ്ലി വാഴയാണ് വാങ്ങിയത്. ലോക വ്യവസായ ഭൂപടത്തിൽ മലയാളിയുടെ കയ്യൊപ്പ് പതിപ്പിച്ച രാജൻ പിള്ളയുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ കാഠിന്യമേറിയതായിരുന്നു. സ്മാർട്ട് അപ്ഡേറ്റ്സ്.